എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ നോക്കുമ്പോൾ ഞാൻ പഠിക്കൂലെന്നേ ഉള്ളൂ. ഏത് നിമിഷവും കളിയോട് കളിയായിരുന്നു. ആ കളിയുടെ ഏറ്റവും വലിയ ഗുണം എന്താന്ന് വെച്ചാൽ ഈ മൈക്കൊക്കെ പുറകിൽ കുറ്റി പോലെ എനിക്ക് ഇന്ന് നിൽക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ അന്നത്തെ കളിയുടെ ഗുണമാണെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റും. ആ കളിയിലേക്ക് ഇൻവോൾവ് ആയതുകൊണ്ടാണ് നമ്മൾ വേറെ പല സ്ഥലത്തും പോകാതിരുന്നത്. ശരിയാണോ? അവിടെ ഞാൻ പറയില്ലേ ബാപ്പ പൊട്ടനാന്ന് കുട്ടി പറയാൻ കാണാൻ തരാം. ഞാൻ നോക്കുമ്പോൾ എൻ്റെ അച്ഛനെ എനിക്ക് പൊട്ടാന്ന് വിളിക്കാനേ പറ്റുന്നില്ല ഇപ്പം. കാരണം എന്താ അറിയോ, എൻ്റെ മുഹമ്മദിന്റെ ഏറ്റവും വലിയ ഹോബി സ്കൂളിൽ പോകുമ്പോൾ അരക്ക് തോർത്ത് കൊടുത്തിട്ടാണ് സ്കൂളിൽ പോകാം. സ്കൂളെല്ലാം കഴിഞ്ഞതിന് ശേഷം അങ്ങൊരു കുളമുണ്ട്. ആടുന്ന് കുളത്തിൽ മുങ്ങി മറിഞ്ഞ് തൊട്ട് കളിച്ചും മൂടിക്കളിച്ചും എല്ലാം വന്നിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ അച്ഛൻ ഇവിടുന്നും മുഹമ്മദിന്റെ ബാപ്പ അവിടെ നിന്നും പറയുന്നത് ഞാനിപ്പോൾ കേട്ടിട്ടുണ്ട്, നീ കുളത്തിൽ പോയി കുളിച്ചോടാ എന്നൊരു ചോദ്യം. ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ കണ്ടിട്ടുണ്ടോ ഞാൻ കുളിക്കുന്നത്? പിന്നെ കാണാത്ത സാധനം എന്നോട് പറഞ്ഞോ? ഞാൻ വിട്ടുകൊടുത്തില്ല 10ാം ക്ലാസ്സിൽ. അച്ഛൻ മട്ടലെടുത്ത് 4 അടിയാ, ടപ്പാ ടപ്പാ ടപ്പാ. അച്ഛൻ പറഞ്ഞതറിയോ, ഞാൻ കാണണമെന്ന് എനിക്ക് നിർബന്ധമില്ല. എൻ്റെ കൂട്ടുകാരൻ അബ്ദു നീ കുളത്തിൽ പോയി കുളിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അബ്ദുവിനെയാണ് വിശ്വാസം. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴേക്ക് ഇതിങ്ങ് വെത്തിക്കുവാൻ ആളുണ്ട് എന്നുള്ളൊരു ബോധമുള്ളതുകൊണ്ട് പിറ്റേന്ന് കുളിയൊന്നും നമ്മൾ മുടക്കിയില്ല. നമ്മൾ പോകുന്ന പോക്കിൽ അബ്ദുക്കുണ്ടോ ചാത്തുവട്ടനുണ്ടോ എന്ന് നോക്കിയിട്ടേ നമ്മൾ കുളിക്കാൻ പോയിട്ടുള്ളൂ. അവിടെ ഒരു പ്രതിരോധം ഉണ്ടായിരുന്നു നമുക്ക്. ആ ഭയമാണ് നമ്മൾ ഇവിടം വരെ എത്തിച്ചത്. ശരിയാണോ തെറ്റാണോ? നിങ്ങളെ മക്കൾക്ക് ആ ഭയമില്ലാതെ പോയി. ബാപ്പ ഓനെന്ത് പറഞ്ഞാലും ഓനാ ശരി എന്ന് പറഞ്ഞിട്ട് ഓനെ തുറന്നു വിടുമ്പോൾ നിങ്ങൾ ഓർപ്പിച്ചോ, അവനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് പിന്നീട് ഒരിക്കലും കഴിയില്ല. അതുകൊണ്ടാണ് നിങ്ങളെ മക്കൾ നിങ്ങളെ പൊട്ടൻ എന്ന് വിളിക്കുന്നത്. നമ്മുടെ അച്ഛൻ നമുക്ക് പൊട്ടാന്ന് വിളിക്കാൻ കഴിയാതിരുന്നത് എന്തുകൊണ്ടാ? നമ്മുടെ ചലനങ്ങളും നമ്മുടെ ഇളക്കങ്ങളും മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതുകൊണ്ടാണ്.